ചെറിയൊരു റേഞ്ച് വാഗണർ നോക്കുന്ന കസ്റ്റമർക്ക് എടുക്കാൻ പറ്റിയ ഒരു ബെസ്റ്റ് ചോയ്സ് ആണ്. അതായത് 2017 വാഗണർ VXi. ഈ മോഡൽ വാഗണർ ഒരുപാട് കസ്റ്റമർ നമ്മുടെ അടുത്ത് വരുന്നുണ്ട്. അടുത്തൊരു 2021 ഓൾട്ടോ 800 VXi ആണ്. ഓൾട്ടോയുടെ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പ്, 40,000 കിലോമീറ്ററാണ് ഓടിയേക്കുന്നത്. നമുക്ക് നോർമലി ഫ്രണ്ട് 2 ന്യൂ MRFിൻ്റെ ടയർ ഓൾറെഡി മാറിയിട്ടേ ഉള്ളൂ. നമുക്ക് അടുത്തൊരു ഓട്ടോമാറ്റിക് വണ്ടിയിലോട്ട് പോകാം. ഒരു സെഡാൻ ടൈപ്പ് ഓട്ടോമാറ്റിക് ആണ്. 2016 ഡിസയർ VXi ആണ് മോഡൽ വരുന്നത്. അടുത്തൊരു 2012 വാഗണർ VXi ആണ്. വാഗണറിൻ്റെ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ഇതിൻ്റെ ഓണർഷിപ്പ് വന്നിട്ട് വെറും സിംഗിൾ ആണ്. 86,000 കിലോമീറ്ററാണ് വണ്ടി ഓടിയേക്കുന്നത്. ഹായ് ഫ്രണ്ട്സ്, അനൂപാണ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഇത്തവണ നമ്മൾ വന്നിരിക്കുന്നത് കൊല്ലം ജില്ലയിൽ തട്ടാമല എന്ന് പറയുന്ന ഭാഗത്താണ് വന്നിരിക്കുന്നത്. തട്ടാമലയിൽ പോപ്പുലർ യൂസ്ഡ് കാർസിലാണ് ഇന്ന് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. ചെറുതെന്ന് പറഞ്ഞാൽ തീരെ ചെറുതെന്നല്ല, എന്നാൽ പോലും ഒരു മിഡിൽ ക്ലാസ് ഫാമിലി അല്ലെങ്കിൽ സാധാരണക്കാരൻ എന്നൊക്കെ പറയാവുന്ന രീതിക്കൊക്കെ എടുക്കാവുന്ന വണ്ടികൾ. ഒരു 1,05,000 രൂപ മുതൽ മേളിലോട്ട് നോക്കുന്ന എല്ലാ തരം പ്രേക്ഷകർക്ക് ഉപകാരം ചെയ്യുന്ന നല്ലൊരു വീഡിയോ ആയിരിക്കും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതാണെന്ന് സുഹൃത്തുക്കളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരിക. പിന്നെ നമ്മൾ കുറച്ച് ദിവസമായിട്ട് വീഡിയോസ് കണ്ടിന്യൂസ് ഇടുന്നില്ലായിരുന്നു. കഴിഞ്ഞ വീഡിയോയിൽ എന്നോട് ചോദിച്ചു പലരും എന്തുകൊണ്ട് വീഡിയോ ഇടുന്നില്ല എന്ന്. പെയ്യായിരുന്നു, സുഖമില്ലാതെ കിടന്നുപോയി. അതിൻ്റെ കൂട്ടത്തിൽ എൻ്റെ ക്യാമറയ്ക്ക് എന്തോ ഒരു ചെറിയ കംപ്ലയിൻറ്റ് കാണിച്ചു. അങ്ങനെ സർവീസിന് പോയൊക്കെയാണ്. നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് വരും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ ഒന്നും ചെയ്യാതെ നിന്നത്. അപ്പം ഇനി മുതലുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് വീഡിയോ തന്നുകൊണ്ടിരിക്കുന്ന പല ഷോപ്പുകാരെയും ഞാൻ വിളിച്ച് വീഡിയോസിൻ്റെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കിട്ടുകയാണെങ്കിൽ ഉടനെ ചെയ്യും. ഇഞ്ചോളയുടെ വീഡിയോ ചെയ്യൂ എന്നാണ് ഒരു ചേട്ടൻ എന്നോട് പറഞ്ഞത്. ചേട്ടാ ചെയ്യാൻ ആഗ്രഹമുണ്ട്. ഞാൻ വിളിച്ച് എല്ലാവരും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഉടനെ നമ്മൾ തുടങ്ങുമായിരിക്കും. നമ്മൾ വീണ്ടും നല്ല രീതിയിൽ വരിക. ഇപ്പോൾ ഈ യൂസ്ഡ് കാറിൻ്റെ വിപണി ഇച്ചിരി മോശമാണെന്നാണ് തോന്നുന്നത്. അതുകൊണ്ട് വീഡിയോസ് അധികം കിട്ടാറില്ല. പിന്നെ ഇപ്പോൾ പറഞ്ഞല്ലോ 2 പ്രശ്നങ്ങൾ. ഒന്നും സുഖമില്ല, രണ്ടാമത്തെ കാര്യം ക്യാമറയുടെ കംപ്ലൈൻറ്റ്. അപ്പോൾ അതുകൊണ്ടൊക്കെ ഡിലേ വന്നതാണ്. ഇനിയും നല്ല രീതിയിൽ വരുമായിരിക്കും. അപ്പോൾ നമുക്ക് നമ്മളെ ഇവിടുത്തെ വണ്ടികളുടെ വിശേഷങ്ങൾ നോക്കാം. 2021 ഓൾട്ടോ 800 തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഇത് 2021 ഓൾട്ടോ 800 LXi ആണ്. ഇതിൻ്റെ കിലോമീറ്ററാണ് പോസിറ്റീവ്. 13,000 കിലോമീറ്റർ മാത്രമാണ് ഓടിയേക്കുന്നത്. പ്രോപ്പർ ജെനുവിൻ 2025 വരെ കമ്പനിയിൽ മാത്രമാണ് വണ്ടി ഫുള്ള് സർവീസ് ചെയ്തേക്കുന്നത്. ഇതിൻ്റെ ഇൻറ്റീരിയർ കാര്യങ്ങളൊക്കെ നോക്കിയാൽ മതി. നമുക്ക് നല്ല കാണാൻ ഭംഗിയുള്ളൊരു സീറ്റ് കവറുണ്ട്. അതുപോലെ തന്നെ ഒരു 9 ഇഞ്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കിൽ ക്യാമറയുണ്ട്, ഫുൾ മാറ്റ് ഉണ്ട്. പിന്നെ എന്താ പറയുക, പാർട്സ് ട്രേ, സ്പോയിലർ. ഒരു കസ്റ്റമർ ഒരു വണ്ടിക്കകത്ത് എന്തൊക്കെയാണോ ആഗ്രഹിക്കുന്നത് ആ ആക്സറീസ് എല്ലാം ഓൾറെഡി ഈ വണ്ടിക്കകത്ത് ഓൾറെഡി ഫിറ്റ്മെൻ്റ് ആണ്. 2021 ഓൾട്ടോ 800 LXi സിംഗിൾ ഓണർ, 13,000 കിലോമീറ്ററാണ്. മാരുതിയുടെ 6 മാസം വാറണ്ടിയും 3 ഫ്രീ സർവീസും എലിജിബിളായ വണ്ടിയാണ്. നമ്മൾ ബോഡിക്കകത്ത് അങ്ങനെ മേജറായിട്ട് സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നുമില്ല. ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻറ്റോ ഒന്നും വന്നിട്ടില്ല. നമ്മൾ ഫിനാൻസ് നോക്കുന്ന ഒരു കസ്റ്റമർക്ക് ഏകദേശം വണ്ടി വിലയുടെ 85%, അതായത് ഒരു 60 രൂപ റേഞ്ച് ഏറ്റവും കുറഞ്ഞുണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് ലോൺ ചെയ്യാൻ പറ്റുന്ന ഒരു വണ്ടിയാണ്. അത്യാവശ്യം നല്ല മൈലേജും കാര്യങ്ങളും കിട്ടുന്ന 2021 ഓൾട്ടോ 800 സിംഗിൾ ഓണർ, 13,000 കിലോമീറ്റർ. ഇതിൻ്റെ പ്രൈസ് നമ്മൾ ഇട്ടേക്കുന്നത് 340 പ്രൈസ് നെഗോഷ്യബിൾ ആണ്. നമുക്ക് വേണ്ട കാര്യങ്ങൾ വണ്ടി വന്ന് കാണുന്നവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും. അത് നമുക്ക് 2015 ഓൾട്ടോ 800 VXi ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ചെറിയ ഒരു ബഡ്ജറ്റ് ഓൾട്ടോ നോക്കുന്ന കസ്റ്റമർക്ക് എടുക്കാൻ പറ്റിയ ബെസ്റ്റ് ചോയ്സ് ആണ്. ഇതിൻ്റെ ഒരു പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ 30,000 കിലോമീറ്ററാണ് വണ്ടി ഓടിയേക്കുന്നത്. 2015 ഓൾട്ടോ 800 VXi 30,000 കിലോമീറ്റർ മാത്രമേ വണ്ടി ഓടിയിട്ടുള്ളൂ. ഇൻറ്റീരിയറൊക്കെ നോക്കിയാൽ മതി. നമ്മൾ സീറ്റ് കവർ, മാറ്റ് എല്ലാം ചെയ്ത് നല്ല വൃത്തിയായിട്ട് ചെയ്യുന്നതാണ്. ഓൾറെഡി പാഴ്സൽ ട്രേയും സ്പോയിലറൊക്കെ വണ്ടിക്കകത്ത് വരുന്നുണ്ട്. 2015 ഓൾട്ടോ 800 VXi 30,000 കിലോമീറ്റർ ഓടിയ വൈറ്റ് കളർ വണ്ടിയാണ്. റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇത് നമുക്ക് ഓൾറെഡി 4 വർഷം വരെ ലോൺ ചെയ്യാൻ പറ്റുന്ന വണ്ടിയാണ്. അതായത് ഒരു 50 രൂപ ഡൗൺ പേയ്മെൻറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് ബാക്കി ലോൺ ചെയ്ത് ഇറക്കി കൊടുക്കാൻ പറ്റിയ 2015 ഓൾട്ടോ 800 VXi മോഡലാണ്. ടയർ എല്ലാം അത്യാവശ്യമുണ്ട്. ബോഡി അതൊക്കെ സ്ക്രാച്ച്, അതൊക്കെ നമ്മൾ ക്ലിയർ ചെയ്ത് കൊടുക്കും. അവിടെയും നമുക്ക് ഫ്രണ്ട് ബമ്പറിന് സ്ക്രാച്ച് ഉണ്ട്. അതെല്ലാം പെയിൻറ്റ് ചെയ്ത് ക്ലിയർ ചെയ്ത് വൃത്തിയാക്കിയായിരിക്കും നമ്മൾ വണ്ടി കൊടുക്കുന്നത്. 2015 ഓൾട്ടോ 800 VXi ആണ് വണ്ടി. 30,000 മാത്രം കിലോമീറ്റർ. നമ്മൾ പ്രൈസ് ചോദിക്കുന്നത് 3,15,000, സോറി 2,15 കേട്ടോ. 3 പറഞ്ഞാൽ 2,15 അടുത്ത് നമുക്ക് 2017 കേട്ടനാണ്. 2017 കേട്ടൻ VXi ആണ്. 69,000 കിലോമീറ്റർ മാത്രമാണ് വണ്ടി ഓടിയേക്കുന്നത്. ഇതിൻ്റെ ഓണർഷിപ്പ് നിലവിൽ 2ാമത്തെ ഓണർഷിപ്പാണ്. VXi എന്ന് പറയുമ്പോൾ നമ്മൾ ഓൾട്ടോ കേട്ടൻ്റെ ഏറ്റവും ടോപ്പ് ഫുൾ ഓപ്ഷൻ മോഡലാണ് വരുന്നത്. AC പവർ സ്റ്റിയറിംഗ് 2 ഡോർ പവർ വിൻഡോ ആണ് ഇതിനകത്ത് വരുന്നത്. ഇതിനകത്ത് നമുക്ക് കാണാൻ ഭംഗിയുള്ള സീറ്റ് കവർ, മാറ്റ്, പിന്നെ സെറ്റ് കാര്യങ്ങൾ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും വണ്ടിക്കകത്ത് ഓൾറെഡി വരുന്നുണ്ട്. ടയർ കാര്യങ്ങളെല്ലാം ഫ്രണ്ട് 2 അത്യാവശ്യം നല്ല ടയറാണ് കിടക്കുന്നത്. ഇത് നമുക്ക് ഏകദേശം 4 വർഷം 5 വർഷം വരെ ലോൺ ചെയ്യാൻ പറ്റുന്ന വണ്ടിയാണ്. ഇത് നമുക്ക് പോപ്പുലറിന് 6 മന്ത് വാറണ്ടി കവറേജ് ഉള്ള വണ്ടിയാണ്. ഈ ബാക്ക് ടയർ മോശമാണ്. നമുക്ക് ഫ്രണ്ട് 2 ടയറാണ്. അത് നമുക്ക് വില ഭാഗം വരുന്ന സമയത്ത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് കസ്റ്റമർക്ക് ഫേവർ ആവുന്ന രീതിയിൽ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഈ ഗ്രാഫിക്സ് ഗ്രാഫിക്സ് അഡീഷണൽ ചെയ്തതാണ്. ഗ്രാഫിക്സ് വരുന്നതല്ല, കസ്റ്റമറായിട്ട് ചെയ്തതാണ് കേട്ടോ. ബാക്ക് ടയർ നമുക്ക് എന്താണെന്ന് വെച്ചാൽ ക്ലിയർ ചെയ്യാം. 2017 കേട്ടൻ VXi 69,000 കിലോമീറ്റർ ഓടിയ വണ്ടി. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 2,75
2.75 പുതിയ വണ്ടികൾക്കൊക്കെ ഒരുപാട് വില കുറയുന്നുണ്ടെന്നൊക്കെയാണ് കേൾക്കുന്നത്. തീർച്ചയായിട്ടും നമുക്ക് GST വന്നപ്പോൾ അതുകൊണ്ടാണ് ഈ വണ്ടിക്കൊക്കെ വില കുറഞ്ഞത്. നേരത്തെ നമുക്ക് 3 രൂപ വിറ്റ് പോയിക്കൊണ്ടിരുന്ന വണ്ടിയാണ്. അപ്പോൾ നമ്മൾ ഇതിനകത്തും ഡിസ്കൗണ്ട് വന്നിട്ടുണ്ട്. അടുത്തൊരു 2021 ഓൾട്ടോ 800 VXA ആണ്. ഓൾട്ടോയുടെ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പ്, 40,000 കിലോമീറ്ററാണ് ഓടിയേക്കുന്നത്. നമുക്ക് നോർമലി ഫ്രണ്ട് 2 ന്യൂ MRFിൻ്റെ ടയർ ഓൾറെഡി മാറിയിട്ടേ ഉള്ളൂ. ബാക്കിൽ നമുക്ക് നിലവിൽ ഫസ്റ്റ് ടയറാണ് കിടക്കുന്നത്. നമുക്ക് ഇതിനകത്ത് മാറ്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. VXA ആകുമ്പോഴത്തേക്ക് നമുക്ക് 2 എയർ ബാഗ് വരുന്നുണ്ട്, ABS, അതുപോലെ തന്നെ സ്റ്റീരിയോ, സെൻട്രൽ ലോക്ക്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും വണ്ടിക്കകത്ത് വരുന്നുണ്ട്. സീറ്റ് കവറായിട്ട് വരുന്നില്ല. സീറ്റ് കവർ ഇല്ല, നോർമലി കമ്പനി സീറ്റാണ് വന്നിരിക്കുന്നത്. ഇത് നമുക്ക് 6 മന്ത് വാറണ്ടിയും 3 ഫ്രീ സർവീസും വരുന്ന വണ്ടിയാണ്. 2021 ഓൾട്ടോ 800 VXA. ബാക്കിൽ സീറ്റ് കവർ ഉണ്ടല്ലോ, ഏതാണ് ബാക്കിൽ? അത് സീറ്റ് കവർ നമുക്ക് ഇച്ചിരി ഡാമേജ് ആയി കിടക്കുവാണ്. ഫ്രണ്ടിൽ അതിനൊക്കെ ഡാമേജ് ആയിരുന്നു. അത് നമ്മൾ റിമൂവ് ചെയ്തതാണ്. എന്ന് പറഞ്ഞാൽ നമുക്ക് ഒറിജിനൽ സീറ്റ് കവറിന് ഒരു ഡാമേജും വന്നിട്ടില്ല. അതിനകത്ത് ചെറിയ ഡാമേജ് വന്നു, അതാണ് ഫ്രണ്ട് ഇറക്കി കളഞ്ഞത്. 2021 ഓൾട്ടോ 800 VXA ആണ്. അതെല്ലാം ക്ലിയർ ചെയ്തിട്ടുണ്ട്. കൊടുക്കും. പിന്നെ തീർച്ചയായിട്ടും നമ്മൾ എന്തായാലും കൊടുക്കുന്ന സമയത്ത് അതെല്ലാം ക്ലിയർ ചെയ്ത് കൊടുക്കും. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 3,25,000 അടുത്ത നമുക്കൊരു ഇയോൺ ആണ്. 2012 മോഡലാണ്. ബേസ് മോഡൽ, AC പവർ സ്റ്റിയറിംഗ് മാത്രമാണ് വരുന്നത്. 96,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. നമുക്ക് 12 വണ്ടിയായിട്ട് നമുക്ക് ലോണും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പാടായിരിക്കും. റെഡി പേയ്മെൻറ്റ് എടുക്കുന്ന ഒരു കസ്റ്റമർ കിട്ടത്തില്ലേ? 1 വർഷം മാക്സിമം ചെയ്യാം. പക്ഷേ നമുക്ക് EMI ഒക്കെ അത്യാവശ്യം നല്ല റേഞ്ച് വരും. പിന്നെ നമുക്ക് അത്യാവശ്യം ചെറിയ ബഡ്ജറ്റിൽ നോക്കുന്ന ഒരു വണ്ടിക്ക് എടുക്കാൻ പറ്റിയ ബെറ്റർ ചോയ്സാണ് ഇത്. നമ്മൾ നിലവിൽ ഈ കണ്ടീഷൻ തന്നെ ആയിരിക്കും ഈ വണ്ടി കൊടുക്കുന്നത്. 2012 നമ്മൾ പ്രൈസ് വെറും 1,05,000 മാത്രമാണ് ചോദിക്കുന്നത്. 2012 ഇയോണ് 1,05,000 മാത്രമാണ് ചോദിക്കുന്നത്. എത്ര ഇത് ലോൺ നമ്മളിപ്പോൾ ഇടുകയാണെങ്കിൽ എത്ര ഇറക്കാം? അത് നല്ല ബാങ്കുകളൊന്നും ടെസ്റ്റ് ചെയ്യുന്നൊരു ലോൺ ചെയ്യില്ല. പിന്നെ ശ്രീറാം ഫിനാൻസ് അങ്ങനെയുള്ള ബാങ്കുകളൊക്കെ ചെയ്യുള്ളൂ. പ്രൈവറ്റ് അല്ലേ? പ്രൈവറ്റ് ബാങ്കിലേ ചെയ്യുള്ളൂ. അത് മാക്സിമം ചെറിയൊരു എമൗണ്ടേ വരുള്ളൂ കേട്ടോ. ഈ കളറും അത് ചെറിയൊരു കളർ പെയ്ഡ് വന്നിട്ടുണ്ട്. നമ്മളിത് ഈ ഒരു കണ്ടീഷനിൽ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു വണ്ടിയാണ്. ആ ഒരു പ്രൈസാണ് നമ്മൾ ചോദിക്കുന്നത്. 1,05,000. റീപ്ലേസ്മെന്റ്സ് ഒന്നും ഇല്ല. നമുക്ക് ചെറിയ റീപെയിന്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഓർമ്മ അതാണ് ആ ഒരു കളർ ചേഞ്ചിൻ്റെ കാര്യം പറഞ്ഞത്. അടുത്തൊരു 2015 കേട്ടൺ VXA ആണ്. നിലവിൽ 2ാമത്തെ ഓണർഷിപ്പാണ്. 60,000 കിലോമീറ്റർ മാത്രമാണ് ഓടിയേക്കുന്നത്. അത്യാവശ്യം നമുക്ക് ലോണും കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റുന്ന വണ്ടിയാണ്. നമുക്ക് ഒരു 65 രൂപ ഡൗൺ പേയ്മെൻറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ബാക്കി 4 വർഷം വരെ ലോൺ ചെയ്യാൻ പറ്റുന്ന വണ്ടിയാണ്. ഇതിനകത്തും അത്യാവശ്യം സീറ്റ് കവർ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഫ്രണ്ട് 4 ടയർ ആവറേജ് ടയറാണ് കിടക്കുന്നത്. അത്യാവശ്യം നല്ല കാണാൻ ഭംഗിയുള്ള ഒരു കളറുമാണ് വണ്ടിക്ക് വരുന്നത്. 2015 കേട്ടൺ VXA സെക്കൻഡ് ഓണർഷിപ്പാണ് നിലവിൽ വരുന്നത്. ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് നമ്മൾ ചോദിക്കുന്നത് 2,30,000 രൂപയാണ് കേട്ടോ. 2,30,000 2015 കേട്ടൺ VXA. റോഡ് പണിയൊക്കെ വേറെ കുഴപ്പമൊന്നുമില്ല, വണ്ടി കിടക്കുന്നതെന്നുള്ളതാണ്. അതെ. നമ്മൾ കൊടുക്കുന്ന സമയത്ത് അത്യാവശ്യം എല്ലാ കാര്യങ്ങളും ബേസിക്കായിട്ട് ചെയ്ത് ക്ലിയർ ചെയ്തായിരിക്കും കൊടുക്കുന്നത്. ഈ ടച്ച് ആൻഡ് പോളിഷിനുള്ള വില ഉള്ളതൊക്കെ നിങ്ങൾ അത് വർക്ക് ചെയ്തില്ലേ കൊടുക്കും? അത് നമ്മൾ ആ റേറ്റ് അനുസരിച്ചായിരിക്കും. ഇപ്പം നമുക്ക് ഒരുപാട് ഡിസ്കൗണ്ട് ചോദിക്കുന്ന ഒരു കസ്റ്റമർക്ക് നമുക്ക് എല്ലാം കൂടെ ചെയ്യാൻ പറ്റില്ല. ഒന്നേ ഡിസ്കൗണ്ട് അല്ലെങ്കിൽ നമ്മൾ മെയിൻ്റനൻസ്, ഇത് രണ്ട് ഏതാണെന്ന് വെച്ചാൽ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. അടുത്ത നമുക്കൊരു വാഗണറാണ്. 2021 വാഗണറാണ്. 1 ലിറ്റർ ആണ്. ഇത് 20,000 കിലോമീറ്റർ മാത്രമാണ് ഓടിയേക്കുന്നത്. 3 സിലിണ്ടർ വണ്ടിയാണ് വരുന്നത്. നമുക്ക് 6 മാസം വാറണ്ടിയും 3 ഫ്രീ സർവീസും വരുന്ന വണ്ടിയാണ്. 2021 വാഗണർ VXA 1 ലിറ്റർ ആണ്. ഇതിനകത്ത് നമുക്ക് അത്യാവശ്യം സീറ്റ് കവറും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഫിനാൻസ് നോക്കുന്ന ഒരു കസ്റ്റമർക്ക് ഏകദേശം നമുക്ക് ഒരു 75 രൂപ 80 രൂപ ഡൗൺ പേയ്മെൻറ്റ് ഉണ്ടെങ്കിൽ ബാക്കി നമുക്ക് ലോൺ ചെയ്യാൻ പറ്റുന്ന ഒരു വണ്ടിയാണ്. 2021 വാഗണർ VXA വണ്ടിയാണ്. ഇതിൻ്റെ ചോദ്യം പ്രൈസ് 490 നമ്മൾ സെല്ലിംഗ് ഇട്ടേക്കുന്നത്. 2021 വാഗണർ 490 സെല്ലിംഗ് ഇട്ടേക്കുന്നത്. 490 50 രൂപ കൊണ്ട് ഇറക്കാം. തീർച്ചയായിട്ടും കസ്റ്റമർക്ക് നല്ല പ്രൊഫൈലാണെങ്കിൽ 50 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് ഇറക്കാൻ പറ്റുന്ന വണ്ടിയാണ്. നമുക്ക് അടുത്തൊരു ഓട്ടോമാറ്റിക് വണ്ടിയിലോട്ട് പോകാം. ഒരു സെഡാൻ ടൈപ്പ് ഓട്ടോമാറ്റിക്കാണ്. 2016 ഡിസയർ VXA ആണ് മോഡൽ വരുന്നത്. 68,000 കിലോമീറ്ററാണ് ഓടിയേക്കുന്നത്. പ്രോപ്പർ കമ്പനി സർവീസാണ്. നമുക്കിപ്പം AMDയിൽ ബാക്ക് ഒരു ഡിക്കിയൊക്കെ ഉള്ളവരെ നോക്കുന്ന ഒരു കസ്റ്റമർക്ക് സെലക്ട് ചെയ്യാൻ പറ്റിയ ഒരു മോഡലാണ്. 2016 ഡിസയർ VXA 80 ആണ്. സേറ്റ് അവർ അങ്ങനെ മാറ്റി അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. നമുക്കൊരു ഫിനാൻസ് നോക്കുന്ന ഒരു കസ്റ്റമർക്ക് മാക്സിമം ഒരു 75 രൂപ 80 രൂപ ഡൗൺ പേയ്മെൻറ്റ് ഇറങ്ങാവുന്ന വണ്ടിയാണ്. പിന്നെ 4 ടയർ ഇപ്പം പുതിയതായിട്ട് ഏകദേശം മാറിയിട്ടൊരു 500 കിലോമീറ്ററിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളൂ. നമുക്ക് എടുക്കുന്ന ഒരു കസ്റ്റമർക്ക് അതൊരു പോസിറ്റീവാണ്. 4 സെയിം കമ്പനി ബ്രാൻഡ് ന്യൂ ടയറാണ് കിടക്കുന്നത്. 2016 ഡിസയർ VXA 80 ആണ്. നമ്മൾ പ്രൈസ് ചോദിക്കുന്നത് 465 ഇതിൻ്റെ പ്രൈസ് ചോദ്യം. 2016 ഡിസയർ 80 ഹുണ്ടായുടെ വണ്ടിയാണ്. 2016 i10 ഗ്രാൻഡ് ആണ്. 69,000 കിലോമീറ്ററാണ് ഓടിയത്. മാഗ്ന എന്ന് പറഞ്ഞ മിഡിൽ വേരിയൻ്റ് വണ്ടിയാണ്. നമുക്ക് ഓൾറെഡി 6 മാസ വാറണ്ടി പോപ്പുലർ കൊടുക്കുന്ന വണ്ടിയാണ്. കമ്പനി സർവീസാണ്. ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻറ്റോ ഒന്നുമില്ല. ഫിനാൻസ് നോക്കുന്ന ഒരു കസ്റ്റമർക്ക് ഓൾറെഡി നമുക്ക് ഒരു 85% ഹുണ്ടായുടെ വണ്ടിയാണെങ്കിലും കൊടുക്കാം.
ആദ്യം ഒരു 80,000 രൂപ റേഞ്ച് ഉണ്ടെങ്കിൽ ബാക്കി നമുക്ക് ലോൺ ചെയ്ത് ഇറക്കി കൊടുക്കാൻ പറ്റുന്ന 2016 i10 ഗ്രാൻഡ് മാഗ്ന എന്ന് പറഞ്ഞ വേരിയൻ്റാണ്. എത്ര ചോദ്യം? ചോദ്യം 330 ബാക്ക് സൈഡ് ഒരു ഞണക്കുണ്ടല്ലോ, അതെല്ലാം ക്ലിയർ ചെയ്യണം. അത് റിവേഴ്സ് അത് കണ്ട് അതെല്ലാം നമ്മൾ ക്ലിയർ ചെയ്തായിരിക്കും വണ്ടി കൊടുക്കുന്നത്. 2016 മോഡൽ. അടുത്തൊരു 2012 വാഗണർ VXA ആണ്. വാഗണറിൻ്റെ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ഇതിൻ്റെ ഓണർഷിപ്പ് വന്നിട്ട് വെറും സിംഗിളാണ്. 86,000 കിലോമീറ്ററാണ് വണ്ടി ഓടിയേക്കുന്നത്. പ്രോപ്പർ കമ്പനി സർവീസാണ്. നമുക്ക് അടുത്ത വർഷം നോർമലി ടെസ്റ്റ് വരുന്ന വണ്ടിയാണ്. 2012 വാഗണർ VXA 86,000 കിലോമീറ്റർ കേട്ടോ. ഇത് പിന്നെ രണ്ടെന്ന് പറഞ്ഞാൽ ദൂരെ നിന്നൊക്കെ ഒരുപാട് കോൾ വരാറുണ്ട്. ഈ വണ്ടിയുടെ 1-2 പാർട്സ് നമ്മൾ സർവീസിൽ തന്നെ മാറിയിട്ടുണ്ട്. വണ്ടി എടുത്ത് 2017 ഫ്രണ്ട് ബോണറ്റും അതുപോലെ തന്നെ ഗ്ലാസ് ബമ്പർ, ഈ ഒരു 3 പാർട്സ് ഓൾറെഡി നമ്മൾ സർവീസിൽ മാറിയിട്ടുണ്ട് കേട്ടോ. ബോണറ്റ് ഒന്ന് പൊക്കി കാണിക്കാം. പിന്നെ തീർച്ചയായിട്ടും കാണിക്കാം. ഞാൻ പറഞ്ഞത് തന്നെ ഒരുപാട് കോൾ വരും, അതുകൊണ്ടാണ് പറഞ്ഞത്. ഈ ഒരു 3 പാർട്സ് ചെറിയൊരു ക്ലെയിം എമൗണ്ട് സർവീസ് തന്നെ ചെയ്തിട്ടുണ്ട് ഓൾറെഡി. ഓടി വേറെ ഭാഗങ്ങളൊന്നും വേറെ കംപ്ലൈൻറ്റ്സ് ഒന്നും ഇല്ലല്ലോ? ഇല്ല, വേറെ കംപ്ലൈൻറ്റ് കാര്യങ്ങളൊന്നുമില്ല. 2000 ബോണ്ട് മാറിയിട്ടുണ്ട് അല്ലേ? ബോണറ്റും ഗ്ലാസും മാറിയിട്ടുണ്ടെന്ന്. 2012 വാഗണറാണ്. പിന്നെ ബാറ്ററി നമ്മൾ ഓൾറെഡി ചാർജ് ചെയ്തിട്ടേക്കാണ്. വേറെ എല്ലാവരും പറഞ്ഞതൊക്കെ ആപ്രോണോ കാര്യങ്ങളോ അങ്ങനെയൊന്നും വർക്ക് ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് എഞ്ചിൻ റൂമുകൾ നിങ്ങളെ കാണിക്കാൻ പറ്റുന്നത് കേട്ടോ. 2012 വാഗണർ VXA സിംഗിൾ ഓണർഷിപ്പ് ഉണ്ട്. ഇല്ല, വേറെ റീപ്ലേസ്മെൻ്റ് ഒന്നും ഇല്ല. ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് നമ്മൾ 2.5 ചോദ്യം. 2012 വാഗണർ VXA ആണ്. ഇത് 2020 സെലീരിയോ ZXi ആണ്. സിംഗിൾ ഓണർഷിപ്പ്, 47,000 കിലോമീറ്റർ മാത്രമാണ് വണ്ടി ഓടിയേക്കുന്നത്. ഓൾറെഡി മാരുതിയുടെ 6 മന്ത് വാറണ്ടിയും 3 ഫ്രീ സർവീസുള്ള വണ്ടിയാണ്. പുത്തൻ ടയറാണ്? അല്ലാണ്, ആവറേജ് ടയറാണ് 4 കിടക്കുന്നത്. പിന്നെ അകത്ത് ഇൻറ്റീരിയർ ആയി നോക്കുകയാണെങ്കിൽ സീറ്റ് കവറും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. 2020 സെലീരിയോ ZXi സിംഗിൾ ഓണർഷിപ്പാണ്. 47,000 കിലോമീറ്റർ മാത്രമാണ് വണ്ടി ഓടിയേക്കുന്നത്. വൈറ്റ് കളറാണ്. കിലോമീറ്റർ ജെന്യൂൻ ആണ്? അതെ, പ്രോപ്പർ കമ്പനി സർവീസാണ്. അതുകൊണ്ടാണ് 6 മന്ത് വാറണ്ടിയും കാര്യങ്ങളെല്ലാം വരുന്നത്. ആക്സിഡൻറ്റോ കാര്യങ്ങളോ ഒന്നും വണ്ടിക്കില്ല. നമുക്ക് ഫിനാൻസ് നോക്കുകയാണെങ്കിൽ ഒരു 75 രൂപ റേഞ്ചിൽ നമുക്ക് വണ്ടി ഇറക്കി കൊടുക്കാൻ പറ്റുന്നതാണ്. 2020 സെലീരിയോ ZXi. ഇതിൻ്റെ പ്രൈസ് നമ്മൾ ചോദിക്കുന്നത് 4,40,000 രൂപയാണ്. 2020 സെലീരിയോ ZXi. നമുക്ക് വില വേണ്ട ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ ഏത് വണ്ടിക്ക് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. ഒരു 50 രൂപയ്ക്ക് ഇറങ്ങാം. തീർച്ചയായിട്ടും അതൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാം. കസ്റ്റമർ പ്രൊഫൈൽ ഉണ്ടെങ്കിൽ ഏത് വണ്ടി ഉണ്ടെങ്കിൽ നമുക്ക് ഇറക്കി കൊടുക്കാം. ഇത് ചെറിയൊരു റേഞ്ച് വാഗണർ നോക്കുന്ന കസ്റ്റമർക്ക് എടുക്കാൻ പറ്റിയ ഒരു ബെസ്റ്റ് ചോയ്സ് ആണ്. അതായത് 2017 വാഗണർ VXi. ഈ മോഡൽ വാഗണർ ഒരുപാട് കസ്റ്റമർ നമ്മുടെ അടുത്ത് വരുന്നുണ്ട്. ഈ വണ്ടി ഓൾറെഡി ഇപ്പം നമ്മൾ ഈ വീഡിയോ ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഈ വണ്ടി വന്നത്. കാരണം കണ്ടാണല്ലോ. 2017 വാഗണർ VXi ഓണർഷിപ്പ് സിംഗിൾ ആണ്. 28,000 കിലോമീറ്റർ മാത്രമാണ് വണ്ടി ഓടിയേക്കുന്നത്. 28,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. കാരണം എന്താണ് 28 കിലോമീറ്റർ? വർഷം 2017 വണ്ടി ഇത്ര കിലോ 28,000 കിലോമീറ്റർ ഓടിയാൽ ശരിയാവില്ലേ? ടയേഴ്സ് ഒക്കെ അത്യാവശ്യം 2017 ഓട്ടാണോ? 28,000 കിലോമീറ്റർ മാത്രം ഓടിയേക്കുന്ന വണ്ടിയാണ്. പ്രോപ്പർ കമ്പനി സർവീസാണ്. നമുക്ക് 6 മാസം പോപ്പുലറിന്റെ വാറണ്ടി കവറേജ് ഉള്ള വണ്ടിയാണ്. എഞ്ചിൻ ഗിയർ ബോക്സ് ഞാൻ ചോദിക്കുന്നുണ്ടെന്ന് തോന്നുന്നില്ല. ഇത് ടയർ 28 ഓടിയ ടയർ തന്നെയാണ്. 2017 ടയർ തന്നെയാണ്. കമ്പനി ടയറാണ്. അതെ, കമ്പനി ടയർ 2017 4 കമ്പനി ടയർ തന്നെ നടക്കുന്നത്. അപ്പൊ ചുരുക്കം പറഞ്ഞാൽ 4 ടയർ മാറണം. 4 ടയർ മാറേണ്ട ഒരു കാര്യമില്ല. 10-15,000 കിലോമീറ്റർ സുഖമായിട്ട് ഓടാം. നമുക്ക് ജസ്റ്റ് ചെയ്താൽ മതി. അതൊക്കെ ടയറൊക്കെ ഞങ്ങൾ എല്ലാം ചെക്ക് ചെയ്ത് എടുത്തോളൂ. 2017 വാഗണർ VXi സിംഗിൾ ഓണർ 28,000 മാത്രം കിലോമീറ്റർ ഓടിയ വണ്ടി. എത്ര ചോദ്യം? ഇതിന്റെ പ്രൈസ് ആയിട്ടുള്ള വണ്ടി അന്ന് കണ്ടല്ലോ. ഇപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടപ്പോഴാണ് വന്നത്. ഇതിന്റെ വേണ്ട ആൾക്കാർ നമ്മുടെ നമ്പർ വിളിച്ചു കഴിഞ്ഞാൽ അതിന്റെ പ്രൈസ് അപ്പോഴത്തേക്ക് അപ്ഡേറ്റ് ചെയ്ത് തരാം. 17 VXi. ഓക്കെ. അപ്പോൾ ചെറിയ വണ്ടികൾ ചെറിയ തുകയ്ക്കൊക്കെ എടുക്കാൻ താല്പര്യപ്പെടുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യുക. നല്ല നല്ല വണ്ടികളായിരുന്നു. അതിലൊരു ലാസ്റ്റ് കാണിച്ച വാഗണർ എന്ന് പറഞ്ഞ വണ്ടി ലൈവിൽ നമ്മൾ വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കുമ്പം സർവീസ് അങ്ങനെ എന്തോ കഴിഞ്ഞിട്ട് വന്നതാണ്. അപ്പോൾ റേറ്റ് കാര്യങ്ങളായിട്ടില്ല എന്ന് പറഞ്ഞു. വണ്ടി കണ്ടിട്ട് കൊള്ളാം, പക്ഷേ കിലോമീറ്റർ വളരെ കുറച്ചാണ് ഓടിയേക്കുന്നതെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പം വന്ന് നിങ്ങൾ ചെക്ക് ചെയ്തെടുക്കുക. പക്ഷേ വണ്ടി കണ്ടിട്ട് നല്ല വണ്ടി, അതിന് വേറെ കുഴപ്പങ്ങളൊന്നും കണ്ടിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. ഇനി മെക്കാനിക്കൽ ഫീൽഡൊക്കെ അറിയാവുന്ന ആൾക്കാരൊക്കെ വന്ന് നല്ലപോലെ കുഴിഞ്ഞ് തപ്പിയൊക്കെ നോക്കി കണ്ടുപിടിക്കുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും കിട്ടിയാൽ കിട്ടി. അതുകൊണ്ട് ആ രീതിയിൽ നല്ല വണ്ടികളായിരുന്നു. മോശം വണ്ടി, അപകടം പറ്റിയ വണ്ടി അങ്ങനൊന്നുമില്ല. ഒരു വണ്ടിക്കാണ്ട് ബാക്ക് സൈഡ് ഡിക്കി ഭാഗത്ത് ചെറിയൊരു ചണക്കുണ്ടല്ല, വേറൊന്നും ഞാൻ കണ്ടില്ല. അപ്പം നല്ല വണ്ടികൾ കിട്ടട്ടെ എല്ലാവർക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകരിച്ച് കാണുമെന്നുള്ള വിശ്വാസത്തോടുകൂടി ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്തൊരു നല്ല വീഡിയോ കാണുമ്പോൾ ബൈ.